നീ ഇങ്ങനൊരു ടാങ്ക് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതൊക്കെ എന്ത് നമ്മ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. മിക്സ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. പകലരുത് പലതരുത് എന്നൊക്കെ പറയാറില്ലേ? പിന്നെ ഈ കോക്ടെയിൽ ഇൻഡസ്ട്രി ഉണ്ടായത് തന്നെ പലതരം ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടാണ്. ഐ ക്യാൻ ഹോൾഡ് മൈ ഡ്രിങ്ക്. കുറച്ച് ഡിന്നറെങ്കിലും കഴിക്കായിരുന്നു. വെറുതെ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കണം. ഒന്നും സാരമില്ല. ആരാ അടുത്ത ഫാനാണോ? ഇത് മാറ്റിയില്ലേ ഇതുവരെ? ഹലോ ഹലോ. ആ സാർ പറഞ്ഞോളൂ. എടി ഒരു മിനിറ്റ്. 4 പേരല്ലേ? ഓക്കെ സാർ. റൂം നമ്പർ 609. ഓക്കെ സാർ. ഓക്കെ. ആ റിംഗ് ടോൺ നേരത്തെ കേട്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറിയിരുന്നാലോ? വാ. കോള് വീട്ടിൽ നിന്നായിരുന്നു. റുമേഴ്സായിരുന്നു. കുമാരപുരത്തെ ഫ്രണ്ട്. അവള് നൈറ്റ് ഷിഫ്റ്റാ. താക്കോല് ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. രാത്രി വീട്ടിൽ ഒറ്റയ്ക്കാണോ? അതെ. സർ, എൻ്റെ ലാസ്റ്റ് ഓർഡർ സർ. ഒരു റം. ആക്ച്വലി രണ്ട് റം. അഞ്ജു, ഈ നേരത്തെ പറഞ്ഞു തന്നെയാണ് നമ്മുടെ കഥയുടെ സമ്മറി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മനസ്സിലുള്ള കാര്യമൊക്കെ വാർന്ന് പറയാൻ അറിയാമായിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ ഇതുപോലെ ഒരു സ്മോളും വിട്ടിരുന്ന് സംസാരിക്കുമായിരുന്നു തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ തമ്മിൽ, അല്ലേ? How is Geetu? നമ്മൾ മിണ്ടാതായത് പിന്നെ ആകെ ഒരു എന്തോ ഒരു അവയവം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. മൊത്തത്തിലൊരു ഭ്രാന്ത് പിടിച്ച ഫേസ്. നിന്നോടുള്ള ദേഷ്യം, വീട്ടുകാരോടുള്ള ദേഷ്യം, നാട്ടുകാരോടുള്ള ദേഷ്യം, ജോലിയോടുള്ള ദേഷ്യം. അമിതാഭ് ബച്ചൻ പറയുന്ന പോലെ പൂരേ സിസ്റ്റം കെ ഖിലാഫ്, സർവത്ര ദേഷ്യം.
അങ്ങനെ 2 കൊല്ലം അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് ഗീതുവിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റിംഗ് ഫേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുമായിരുന്നു കല്യാണം കഴിക്കാൻ. അല്ലെ ഞാൻ കൈവിട്ടു പോകുമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. സത്യത്തിൽ കല്യാണം ഒരു റീപ്ലേസ്മെന്റ് തെറാപ്പി ആയിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ. നിങ്ങൾ ഹാപ്പിയാണോ? ഇതും ആളും ഭയങ്കര കൂളാ. എന്നെ വലിയ കാര്യമാണ്. നീ അങ്ങോട്ടും. പക്ഷെ പക്ഷേ എന്തോ മിസ്സിങ് ഉണ്ട്. നേരത്തെ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ ലവ് ലൈഫിനെ പറ്റി. ഞാൻ ഇമോഷണലി സ്കാർഡാണെന്ന് പറഞ്ഞു. ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. പിന്നെ കുറേ കാലത്തേക്ക് ഐ വാസന്റ് ഏബിൾ ടു മൂവ് ഓൺ. പിന്നെ there was someone else recently. എന്നിട്ട് It ended badly. ഹാഡ്ലി എന്ന് പറഞ്ഞാ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിച്ചാ I was really into him. അവനും അങ്ങനെയാണെന്ന് വിചാരിച്ചു. And things were going really good for about a year. പിന്നെ പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറി തുടങ്ങി. ഒരുമാതിരി അർത്ഥം വെച്ചുള്ള നോട്ടവും ചിരിയും കമൻ്റടിയും ഒക്കെ. ആണുങ്ങളും പെണ്ണുങ്ങളും. നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് മൊമെന്റ്സ് ആണ് ടോപ്പിക്. എന്ന് പറഞ്ഞാൽ അവനെന്തേലും ഫോട്ടോയോ വീഡിയോയോ അങ്ങനെ എന്തേലും? അതിനുശേഷം ഞാൻ അവനോട് മിണ്ടാനും ചോദിക്കാനും ഒന്നും പോയില്ല. അവനും കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്നിട്ടെന്താ, എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്നെ തന്നെ മനസ്സിലായി. But I'm such a poor judge of character. ഏത് നിന്റെക്കും വന്ന് പറ്റിച്ചിട്ട് പോകാൻ പറ്റുന്ന വെറും ഒരു മണ്ടിയാണെന്ന്. നിന്നെ ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. നീ ആള് ഡീസൻ്റ് അല്ല. അപ്പൊ ഈ വീഡിയോ ഇപ്പോഴും അവൻ്റെ കയ്യിലുണ്ടോ? ഞാൻ ഇപ്പോൾ വരാം. അഞ്ചോ അത് ഡിലീറ്റ് ചെയ്യിക്കണ്ടേ? സൂക്ഷിച്ചു. Sir, your bills. Thank you. അതെ, ഇത് നടന്നിട്ട് എത്ര നാളായി?
7-8 മാസമായി. അപ്പം അത് ഇന്റർനെറ്റ് വല്ലതും ലീക്കായി കാണും. നീ അത് ഇതുവരെ വിട്ടില്ലേ? നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? അതല്ല എൻ്റെ പ്രശ്നം. ഐ ട്രസ്റ്റഡ് ഹിം, ദാറ്റ് ആസ്ഹോൾ.